ആറ്റിങ്ങൽ അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു. 1708 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന്. അവിടെ ലീഡ് നില മാറി മറിയുന്നു നമ്മൾ കണ്ടതാണ്. വി ജോയ് ലീഡ് എടുക്കുന്നു, തൊട്ടുപിന്നാൽ അടൂർ പ്രകാശ് ലീഡ് എടുക്കുന്നു, അത് മാറി മറിയുന്നു. ഒടുവിൽ വിജയം അടൂർ പ്രകാശിന്. 1708 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ വിജയിച്ചു കയറിയിരിക്കുകയാണ് ആറ്റിങ്ങൽ അടൂർ പ്രകാശ്. അങ്ങനെ കേരളത്തിൽ UDF തരംഗം കനൽ ഒരു തരി എന്ന തരത്തിലേക്ക് തന്നെ ഇക്കുറിയും LDF മാറിയിരിക്കുന്നു. ഇക്കുറി പക്ഷെ മാറ്റമുണ്ട്. ആലത്തൂരാണ് എന്നൊരു മാറ്റമാണുള്ളത്. കൂടാതെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നിലവിലുള്ളത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞ തവണത്തെ അത്രയും എത്തിയിട്ടില്ല. നിലവിലെ കണക്കുകൾ അത് 3.5 ലക്ഷത്തിലേറെ എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ. കഴിഞ്ഞ തവണ 4.5 ലക്ഷത്തിന് മുകളിലായിരുന്നു എന്ന് നമുക്കറിയാം. ഇക്കുറി അത് എത്രയായിരിക്കും തന്നെ അന്തിമ കണക്കുകൾ വന്നിട്ടില്ല. ആ തരത്തിലേക്ക് ഏറ്റവും കുറഞ്ഞ ലീഡിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് 1708 വോട്ടിന് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നത്. 1708 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ വിജയവാർത്ത വരുന്നു. ഒപ്പം ബെന്നി ബെഹനാൻ ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഭൂരിപക്ഷം 63,769 വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം ലീഡിലുണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ മാത്രം LDF സ്ഥാനാർത്ഥി അവിടെ ലീഡ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് UDF തുടർച്ചയായി മുന്നേറ്റമുണ്ടാക്കുന്ന കാഴ്ച. വിശദാംശങ്ങളുമായി ഉണ്ട് ഉന്മേഷ്. സലിം, ഇപ്പോൾ മാറി മറിഞ്ഞ ആകാംക്ഷകൾക്കിടയിൽ ഇപ്പോൾ ആ വിജയവാർത്ത വരികയാണ്. 1708 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. ആ കണക്ക് മാറുന്നുണ്ട് അനുജ. അത് 846 എന്നാണ് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്ന വിവരം. അടൂർ പ്രകാശ് ലീഡ്. അനുജ, UDF കൊടുങ്കാറ്റാഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ആവേശം ഏറ്റവും അവസാന നിമിഷം വരെയും നിലനിന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ വോട്ടെണ്ണൽ ഏറെക്കുറെ പൂർത്തിയായി വരുമ്പോൾ 1708 വോട്ടിന്റെ ഭൂരിപക്ഷമായി തന്നെ അടൂർ പ്രകാശിന് നിലനിൽക്കുകയാണ്. ഇനി ആ സലീം ഇനി വോട്ടെണ്ണാനുണ്ടോ അതോ വിജയിച്ചോ? ഈ 846 എന്നുള്ളത് ലീഡാണോ ഭൂരിപക്ഷമാണോ വിജയിച്ച കണക്കാണോ? നിലവിൽ നമുക്ക് അടൂർ പ്രകാശിന്റെ എന്നതിനപ്പുറത്തേക്ക് സലീമിലേക്ക് എത്താം. ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. സലീമിലേക്ക് എത്താം. അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഒടുവിൽ വിവരം അടൂർ പ്രകാശ് മുന്നിൽ എന്നുള്ളതാണ്. 846 വോട്ടിന്റെ ലീഡാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അന്തിമ ഘട്ടത്തിലേക്ക് ആറ്റിങ്ങലിൽ വോട്ടെണ്ണൽ എത്തുമ്പോൾ അടൂർ പ്രകാശിന്റെ ലീഡ്, അവിടെ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത 846 വോട്ടിന്റെ ലീഡ്. അതെ, അത് കൂടാതെ മറ്റ് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ ലീഡ് അത് 87,464 ഉയർത്തിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കൂടാതെ മറ്റ് ചില ഇടങ്ങളിലെ ഭൂരിപക്ഷം എത്രയുണ്ട് എന്നൊക്കെയുള്ളതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വോട്ട് അദ്ദേഹം നേടിയത് 3,94,018 വോട്ടിനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ അത്രയും വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഇവിടെ UDFന്റെ ലീഡ് എന്ന് പറയുന്നത് 74,406 വോട്ടാണ്. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം. ആറ്റിങ്ങലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തെളിയുന്ന കണക്കുകൾ അത് പ്രതീക്ഷ ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. അടൂർ പ്രകാശിന് 3,27,599 വോട്ടുകൾ. അഡ്വക്കേറ്റ് വി ജോയ് LDF സ്ഥാനാർത്ഥിക്ക് 3,26,754 വോട്ടുകൾ. അതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. വി മുരളീധരൻ കേന്ദ്രമന്ത്രി NDAയുടെ സ്ഥാനാർത്ഥി 3,10,985 വോട്ടുകൾ. അതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് MG പ്രതീഷ് ഇപ്പോൾ അവിടെ നിന്നുള്ള കണക്ക് ലഭ്യമാകുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായുള്ളത് ഉന്മേഷ്, പ്രകാശ് എന്ന പേരിൽ ഉള്ള അപരന്മാരുണ്ടായിരുന്നു അടൂർ പ്രകാശിന്. അവരും കുറച്ച് വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട്. 1708 വോട്ട് ഒരു അപരൻ നേടിയിട്ടുണ്ട്. മറ്റൊരു അപരൻ 809 വോട്ടുകൾ. പ്രകാശ് എന്ന പേരിൽ 2 അപരന്മാരുള്ളവർ കൂടി വോട്ട് നേടിയിട്ടുണ്ട്. അത് അടൂർ പ്രകാശിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം. ഏതായാലും നിലവിൽ സലിം മാലിക് തുടരുന്നുണ്ട്. സലിം, ഇവിടെ വിജയം എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയുമോ? അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വിജയിച്ചോ? അങ്ങനെയെങ്കിൽ എത്ര വോട്ട് എന്നതാണ്? ഉന്മേഷ്, അനുജ, ഈ ഇലക്ഷൻ കമ്മീഷൻ അത് ഔദ്യോഗികമായി അടൂർ പ്രകാശിന്റെ വിജയം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിലവിലെ വോട്ട് കണക്കുകൾ പ്രകാരം നമുക്ക് അടൂർ പ്രകാശ് വിജയിച്ചു എന്ന് പറയാൻ കഴിയും. കാരണം ആ നിലവിലുള്ള ലീഡിനെ മറികടക്കാനുള്ള വോട്ട് എണ്ണാൻ ബാക്കിയില്ല. മാത്രമല്ല UDF പ്രവർത്തകർ ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ, വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ വലിയ ആഹ്ലാദത്തിലാണ്, വലിയ ആവേശത്തിലാണ്. ഏറ്റവും അവസാന നിമിഷം വരെ, ലാസ്റ്റ് മൊമെന്റ് വരെയും ആവേശം അലതല്ലിയ അതിന്റെ ഫലാഫലങ്ങൾ മാറിമറിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ഏറ്റവും ഒടുവിൽ ചാമ്പ്യനായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.